അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നമ്മളൊക്കെയും ദുആ ചെയ്യുന്നവരാണ്, റബ്ബിനോട് ചോദിക്കുന്നവരാണ്. അത് വലിയൊരു തൗഫീഖാണ്. ധാരാളം റബ്ബിനോട് എല്ലാ കാര്യങ്ങളും എന്നും ചോദിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഒരു മുഅ്മിനിൻ്റെ ബാധ്യത. പക്ഷേ എല്ലാ അമലിനും അദബുകൾ ഉള്ളതുപോലെ ദുആഉം ഒരു ഇബാദത്തായതുകൊണ്ട് അതിനിക്കും അദബുകളുണ്ട്. അത് പാലിച്ചായിരിക്കണം നമ്മുടെ ദുആ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയാണ്. അതിലെ ഒന്നാമത്തത്, ദുആ ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് അയ്യബ്ദഅ ബിഹംദില്ല, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ പറച്ചിലുകൊണ്ടായിരിക്കണം റബ്ബിനോട് നാം ആദ്യമായി ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ദുആ തന്നെ തുടങ്ങേണ്ടത് അങ്ങനെയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത്. കേവലം അറബിയിൽ ദ്വാരക്കുന്ന സമയത്ത് മാത്രമല്ല, നാം നമ്മുടെ ഭാഷയിൽ റബ്ബിനോട് നാം ദ്വാരക്കുമ്പോൾ അവിടെയും തുടങ്ങുന്ന സമയത്ത് അതേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടായിരിക്കണം റബ്ബിനോട് ചോദിക്കുക. അത് വലിയ ബർക്കത്തുണ്ട്. അത് ധാരാളം അതുമായി ബന്ധപ്പെട്ട് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ളലുൽ ദുആയിൽ വെച്ച് ഏറ്റവും പോരിശുള്ളത്, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ലഫ്ളാണെന്ന് ഗൗരവത്തോടു കൂടെ കാണണം. അപ്പോൾ നമ്മുടെ ദുആ നമ്മുടെ ഭാഷയിൽ തന്നെ നാം ദുആർക്കാണെങ്കിലും ആദ്യം നാം അൽഹംദുലില്ലാ ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പറഞ്ഞ് നാം അവസാനിപ്പിക്കണം. ദുആഇൻ്റെ അദബുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതേ കേവലം വേജാറ് വരുമ്പോൾ, കേവലം ദുഃഖം വരുമ്പോൾ, വിഷമുണ്ടാകുമ്പോൾ മാത്രം റബ്ബിനോട് ദുആ ചെയ്യാതെ സന്തോഷമുള്ള സമയങ്ങളിലും അതേ നല്ല റാഹത്തുള്ള സമയങ്ങളിലും റബ്ബിനോട് ധാരാളം ദുആ ചെയ്യുന്നവനാകണം. ഒരു നിഅമത്ത് കിട്ടിയപ്പോൾ സന്തോഷമാണ്, അപ്പോൾ ആ നിഅമത്തുകളെ ഓർത്ത് ഇത് ദായിമായി കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ റബ്ബിനോട് ഏതെല്ലാം രീതിയിൽ ദുആ ചെയ്യാമോ അപ്പോൾ സന്തോഷമുള്ള സമയങ്ങളിലും റബ്ബിനോട് നാം ദുആ ചെയ്യുന്നവനാകണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളിൽ നാം ദുആ ചെയ്യുമ്പോൾ, നമ്മുടെ വിഷമങ്ങളിൽ നാം ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ പറയുന്നത് കാണാം, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദ് വൽ ഖർബ്. അതേ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾക്ക് ഉത്തരം കിട്ടണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എന്നാൽ ബുദ്ധിമുട്ടില്ലാത്ത സന്തോഷമുള്ള സമയങ്ങളിലും അവർ ധാരാളം റബ്ബിനോട് ചോദിക്കുന്നവരാവട്ടെ എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇതും നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ദുആഉമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട് റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത്. അത് വലിയൊരു വിഷയമാണ്. പലപ്പോഴും നാം അത് മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഖിബ്ലയിലേക്ക് ഉദൂ ചെയ്ത് ഉദൂയോടുകൂടെ ഖിബ്ലയ്ക്ക് മുന്നിട്ട് റബ്ബിനോട് നാം ഇങ്ങനെ നിരന്തരമായി ഒരു കാര്യം ചോദിക്കുന്നുണ്ടോ, തീർച്ചയായും അതിന് ഉത്തരം കിട്ടിയിരിക്കും, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഖിബ്ലയ്ക്ക് മുന്നിടാതെ ദുആ സഹിയാവുകയില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ മഹത്വം ഒന്നും കൂടെ അതിന് ഫവർ കൂടുകയാണ്. നല്ല ഉദൂയോടുകൂടെ ഖിബ്ലയ്ക്ക് മുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അതേ ഏത് സുന്നത്തായ ഏത് ഇബാദത്തായ കാര്യമാണെങ്കിലും ഖിബ്ലയ്ക്ക് മുന്നിട്ടൊന്ന് ചെയ്യുന്നത് അത് വലിയ മഹത്വമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഖിബ്ലയ്ക്ക് മുന്നിട്ടിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നതും വലിയ മഹത്വമുള്ളൊരു കാര്യമാണ്. അതിന് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ദുആ കൂടിയാണെന്ന് മനസ്സിലാക്കണം. ദുആവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അതേ റഫ്ഉൽ യദൈനി, കൈ ഉയർത്തി റബ്ബിനോട് ചോദിക്കുക. നല്ല ആ കൈ ഉയർത്തുന്നത് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് തരണമെന്ന് തോന്നണം. ആ രീതിയിലാകണം നമ്മുടെ കൈ ഉയർത്തൽ. ചിലപ്പോൾ നാം കൈ ഉയർത്തുന്നു, പക്ഷേ അതെന്തോ ഒരു മടിയോടുകൂടെ
കാണുന്ന ആൾക്ക് തന്നെ ഇയാൾക്ക് കൊടുക്കണോ വേണ്ടേ എന്ന രീതിയിലാണ് പലപ്പോഴും നാം കൈ ഉയർത്തുക. അല്ല, താഴ്മയോടുകൂടെ ആ കൈ ഉയർത്തലിൽ തന്നെ കാണണം നല്ല തായ്മ. റബ്ബിനോട് തായ്മ ചെയ്തുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ കൈ ഉയർത്തി അതേ ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് ഉത്തരം നൽകും. മുത്തുനബി ഒരു ഹദീസിൽ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് അവൻ്റെ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാണമാണ്, അവൻ ലജ്ജിക്കുന്നു എപ്പോൾ അതേ അവൻ്റെ അടിമ നല്ല താഴ്മയോടുകൂടെ അവനിലേക്ക് കൈ വരുത്തിയപ്പോൾ അയ്യറുദ്ദഹുമാ സ്വിഫ്റാ, അതേ ഒന്നും കൊടുക്കാതെ അവനെ മടക്കി വിടുക എന്നുള്ളത് റബ്ബിന് വല്ലാത്ത ഒരു ലജ്ജിക്കുന്ന വല്ലാത്തൊരു നാണമുള്ള വിഷയമാണ്. അതിനർത്ഥം അങ്ങനെ നല്ല ഇഖ്ലാസോടുകൂടെ നല്ല താഴ്മയോടുകൂടെ നല്ല കൈവരുത്തേണ്ട രൂപത്തിൽ കൈവരുത്തി റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായും അതിന് ഉത്തരം നൽകിയിരിക്കുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക. അതേ റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അതേ അതിനുള്ള ആ നിബന്ധനകൾ അതിനുള്ള അദബുകളൊക്കെയും നാം പാലിച്ചിരിക്കുക. റബ്ബിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക, തീർച്ചയായും ഉത്തരം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് ധാരാളം ചോദിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.